നമസ്കാരം. വിസ്മയ കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പ്രതി കിരൺകുമാറിനെ വീട് കയറി ആക്രമിച്ചത് പ്രദേശവാസികളായ യുവാക്കൾ. ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. കൊല്ലം ശാസ്താംനടയിലെ കിരണിന്റെ വീട്ടിൽ വെച്ചായിരുന്നു മർദ്ദനമേറ്റത്. 4 യുവാക്കളാണ് കിരണിനെ വീട്ടിലെത്തി മർദ്ദിച്ചത്. കിരണിന്റെ വീടിന് സമീപത്തെ റോഡിലൂടെ പോകുകയായിരുന്ന യുവാക്കൾ വിസ്മയ കേസിന്റെ കാര്യം പറഞ്ഞ് പ്രകോപനപരമായി സംസാരിക്കുകയും വീടിന് മുന്നിലുണ്ടായിരുന്ന വീപ്പകളിൽ അടിച്ച് ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. യുവാക്കൾ വെല്ലുവിളിച്ചതോടെ കിരൺ വീടിന് പുറത്തേക്ക് വന്നു. ഇതോടെ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിനിടെ കിരണിന്റെ മൊബൈൽ ഫോൺ അക്രമി സംഘം കവർന്നു. തുടർന്ന് കിരണിന്റെ കുടുംബം ശൂരനാട് പോലീസിൽ പരാതി നൽകിയായിരുന്നു. കണ്ടാലറിയാവുന്ന 4 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. വിസ്മയ കേസുമായി സംഭവത്തിന് ബന്ധമില്ലെന്നാണ് പോലീസ് വിശദീകരണം. അതേസമയം കിരൺകുമാർ മോശമായി സംസാരിച്ചതോടെയാണ് അക്രമം നടന്നതെന്നാണ് യുവാക്കൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. യുവാക്കൾ മദ്യലഹരിയിലായിരുന്നുവെന്നും സൂചനയുണ്ട്. കാര്യം ഇങ്ങോട്ട് വന്ന് കയറിയതാ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് വെള്ളം അടിച്ച് നടന്നു പോയപ്പോൾ ഇവൻ വന്നു കയറി നമ്മളോട് റോങ് ആവുകയായിരുന്നുവെന്നാണ് യുവാക്കളുടെ സംഘത്തെ കിരണിന്റെ സുഹൃത്ത് എന്ന വ്യാജേന ശൂരനാട് പോലീസ് വിളിച്ചപ്പോൾ അവർ പ്രതികരിച്ചത്. തുടർന്ന് ചുമ്മാ റോങ് ആവുമോ എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോൾ വഴിയെ നടന്നു പോയപ്പോൾ ഞങ്ങളോട് വന്ന് റോങ് ആയതാ, നമ്മൾ പൊതുവെ വെള്ളം അടിച്ചിട്ട് നിൽക്കുക, നമ്മളും കയറി റോങ് ആയി, അവൻ നമ്മളെ ഇടിക്കാൻ കയറി വന്നു, കോളറിൽ പിടിച്ച് ഇടിക്കാൻ വന്നു, ഞങ്ങളും കയറി ഇടിച്ചു, അവൻ്റെ ഫോൺ കളഞ്ഞിട്ട് പോയി എന്നാണ് അവർ മറുപടി നൽകിയത്. നമ്മൾ വരത്തന്മാരൊന്നുമല്ല, വെള്ളം അടിച്ചിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ പെരുമാറരുത്, ഞങ്ങൾ ചീത്തയും വിളിച്ച് നടന്നു പോകുമ്പോഴാണ് പുള്ളി കയറി വന്നതെന്നാണ് അവർ മറുപടി നൽകിയത്. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന 4 യുവാക്കൾ കേസിന്റെ കാര്യം പറഞ്ഞ് പ്രകോപനപരമായി സംസാരിച്ച് ശബ്ദമുണ്ടാക്കി തന്നെ വെല്ലുവിളിക്കായിരുന്നുവെന്നാണ് കിരണിന്റെ ആരോപണം. വീടിന് പുറത്തേക്ക് ചെന്നാൽ തന്നെ മർദ്ദിച്ചു, അതിനുശേഷം അടിച്ച് താഴെയിട്ടു. തുടർന്നാണ് മൊബൈൽ കവർന്നതെന്നാണ് കിരണിന്റെ പരാതിയിൽ പറയുന്നത്. മുൻപും പലപ്പോഴും യുവാക്കളുടെ സംഘങ്ങൾ ബൈക്കുകളിൽ വീടിന് മുന്നെത്തി വെല്ലുവിളിച്ച് പോകാറുണ്ടായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് വിശദീകരിക്കുന്നു. ജാമ്യത്തിലിറങ്ങി വീട്ടിലെത്തിയ കിരൺകുമാറിനെതിരെ മുൻപും പലതരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ബൈക്കുകളിൽ എത്തുന്ന സംഘങ്ങൾ വീടിന് മുന്നിലെത്തി വെല്ലുവിളിക്കുന്നത് പതിവാണെന്നും കിരൺ മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ വ്യക്തിപരമായ തർക്കങ്ങളോ മറ്റു കാരണങ്ങളോ ഉണ്ടാകാം എന്നാണ് പോലീസ് പറയുന്നത്. 2021 ജൂൺ 21 സ്ത്രീധന പീഡനത്തെ തുടർന്ന് BAMS വിദ്യാർത്ഥിനിയായ വിസ്മ ഭർതൃഗൃഹത്തിൽ ജീവനൊടുക്കിയത്. കേരളം ഒരുപോലെ വിരുമ്പിയ ഈ കേസിൽ മുൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്ന കിരൺകുമാറിന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി 10 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ച കിരൺ 2025 ജൂലൈയിലാണ് ജാമ്യം നേടി പുറത്തിറങ്ങുന്നത്. 2019 മെയ് 31 വിസ്മയും കിരൺകുമാറും തമ്മിലുള്ള വിവാഹം നടന്നത്. 2021 ജൂൺ 21 വിസ്മയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 100 പവൻ സ്വർണവും 1.25 ഏക്കർ ഭൂമിയും ഒപ്പം 10 ലക്ഷം രൂപ വില വരുന്ന കാറും കിരണിന് സ്ത്രീധനമായി വിസ്മയുടെ കുടുംബം നൽകിയിരുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞതോടെയാണ് കിരണിന്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നത്. വാങ്ങി നൽകിയ കാറിന് 10 ലക്ഷം രൂപ മൂല്യമില്ലെന്ന് പറഞ്ഞായിരുന്നു കിരണിന്റെ പീഡനം. ഇക്കാര്യം പറഞ്ഞ് കിരൺ വിസ്മയെ മർദ്ദിക്കുകയും സഹോദരനെ അസഭ്യം വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വിവാഹം കഴിഞ്ഞ ഘട്ടം മുതൽ തുടങ്ങിയ മർദ്ദനത്തെക്കുറിച്ചുള്ള വിവരം ആദ്യം വിസ്മയെ വീട്ടുകാരിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു. പിന്നീട് ഗതികെട്ടാണ് വീട്ടിൽ കാര്യങ്ങൾ അറിയിച്ചത്. കിരണിന്റെ വീട്ടിൽ നിർത്തിയാൽ ഇനി തന്നെ കാണില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ശബ്ദരേഖ ഉൾപ്പെടെ നേരത്തെ പുറത്തു വന്നിരുന്നു. പീഡനം സഹിக்க വയ്യാതെ സ്വന്തം വീട്ടിലേക്ക് പോയ വിസ്മയെ കോളേജിൽ നിന്നാണ് വീണ്ടും കിരൺ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇതിനുശേഷമാണ് ആത്മഹത്യ നടന്നത്.